ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ABCD ജ്യൂസാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രായമായവർക്ക് ഹാർട്ട് ഹെൽത്തിനും കണ്ണിനും നല്ലതാണ്. ABCD എന്ന് പറയുമ്പോൾ ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അത്തിപ്പഴം എന്നിവയാണ് എടുത്തിരിക്കുന്നത്. അത്തിപ്പഴം നമ്മുടെ വെയിൻ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും വളരെ ഉപകാരപ്പെടുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയാണ്. അത് തൊലി കളഞ്ഞ് നമ്മൾ ഇതേമാതിരി ചെറുതായി നൈസായിട്ട് അരിഞ്ഞ് വെക്കണം. ഇനി 2 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾക്ക് കഴുകി ചെറുതായി ഇതും അരിഞ്ഞ് നമുക്ക് വെക്കണം. ഇത് ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി 2 അത്തിപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഒരു അത്തിപ്പഴം എടുത്താൽ മതി. ഇനി നമ്മളിവിടെ ഒരു ആപ്പിള് ആണ് എടുത്തിരിക്കുന്നത്. ഈ ആപ്പിള് നമ്മൾ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അത്തിപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് ഒരെണ്ണം മതി. അത് ഞാനിങ്ങനെ 4ആയി ഇതിൽ കണ്ടിച്ചിടുകയാണ്. ഇനി ബീറ്റ്റൂട്ടാണ്. നമ്മൾ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റാണ്. നമ്മൾ 2 ക്യാരറ്റ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആപ്പിള് ഒരെണ്ണം തൊലി കളഞ്ഞ് വെട്ടി വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി കഷ്ണങ്ങളാകുമ്പോൾ നമുക്കിതിൽ വേഗം അടിച്ച് കിട്ടും. ഇനി നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിഞ്ഞു വരണം. പിന്നെ ചാനലിൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. അത്തിപ്പഴം നമ്മുടെ ദഹനത്തിനും ചർമ്മത്തിനും ഉത്തമമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പ് സത്ത് നിലനിർത്തുന്നു. ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കുറവ് നിലനിർത്തുന്നു. ഇത് വന്നിട്ട് ലോ BP-ക്കാരും അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള ആൾക്കാരും ഇത് കഴിക്കേണ്ട. ഈ ജ്യൂസിൻ്റെ ന്യൂട്രീഷൻ ചാർട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ്ട്രിക്ക് ഉള്ളവർ ഒരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂണ് തേനും കൂടി ചേർത്ത് കഴിക്കുക. അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഈ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ വീടുകളിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.